ഹായ്, അപ്പം ഞാൻ മലബാറിലെത്തിയിട്ടുണ്ട്. എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ കമ്മലാണ് എടുക്കുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോൻ്റെ അകത്തേക്ക് സ്വാഗതം. അതെ, ഇന്നും കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. കറങ്ങാൻ വേണ്ടിയിട്ടല്ല, മലബാർ ഗോൾഡിലേക്കാണ് പോകുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു സാധനം മാറ്റി മേടിക്കാം കേട്ടോ. ഇനി എല്ലാവരും പറയും പോലെ ഞാൻ അത് കൊടുത്തിട്ട് ഇത് വാങ്ങി, ഇത് കൊടുത്തിട്ട് അത് വാങ്ങി, അങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ടൊരു സാധനം മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എന്താ സാധനം എന്നൊക്കെ ഉള്ളത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷനേക്ക് വേണ്ടിയിട്ട് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് പോകണതേ കണ്ണനും അതിൻ്റെ താഴെ തന്നെ ഓടക്കുഴലും മയിൽപ്പീലിയും. എപ്പിടി ഇருக்கு? സൂപ്പറായിരിക്കേ. അപ്പോൾ ഓടക്കുഴലും മയിൽപ്പീലിയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് മലബാർ ഗോൾഡത്തെ വിശേഷങ്ങളാണ്. ബസ്സിനാണ് പോകുന്നത്. ഉള്ളേരി തട്ടോളം അരുണ ഉണ്ടാവും. ഉള്ളേരിൽ നിന്ന് അങ്ങോട്ട് ബസ്സിന്, എൻ്റെ കമ്പനിക്കാരൻ്റെ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. മലബാറിലെത്തിയിട്ട് ഞാൻ പങ്കുവെക്കാം. ബൈക്കിൻ്റെ മുകളിലായിരിക്കും, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പം ഭയങ്കര സൗണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് നമുക്ക് ഒരു വീഡിയോ വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം ബൈക്കിൻ്റെ മുകളിൽ കയറാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ, ടാറ്റാ. അങ്ങനെ ഞാൻ കോഴിക്കോട് ബസ് ഇറങ്ങി മലബാറിലേക്ക് നടക്കുകയാണ്. മലബാർ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ബസ് ഇറങ്ങിയാൽ നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ബസ് ഇറങ്ങി ഓട്ടോക്കൊക്കെ പോകേണ്ടി വരും. ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. സുഖമായിട്ട് പോയിട്ട് വരാം. മലബാറിൽ എത്താറായി. ബ്രൈഡൽ ഫെസ്റ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. എനിക്കൊരു കമ്മൽ നോക്കാൻ. അല്ല, നമ്മൾ 18 ആദ്യം നോക്കാം. ഹായ്, അപ്പം ഞാൻ മലബാറിലെത്തിയിട്ടുണ്ട്. എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ കമ്മലാണ് എടുക്കുന്നത്. അതെൻ്റെ കമ്മൽ കുറച്ച് ചെറുതാണ്. അപ്പം അതിനൊരു ചെട്ട് മാത്രം നോക്കുക. ഇതോടെ ഇതൊക്കെ സ്റ്റോൺ പെട്ടെന്ന് പോവോ? ഇല്ല, സിംഗിൾ സ്റ്റോൺസ് അല്ലേ. അതിൻ്റെ മറ്റേ സെറ്റിങ്സ് നല്ലതായിരിക്കും, പെട്ടെന്നൊന്നും പോകില്ല. നല്ല കളക്ഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ സ്റ്റഡ് മാത്രം മാറ്റുന്നുള്ളൂ കേട്ടോ. തൂങ്ങുന്ന ഇയറിങ്സ് തൂങ്ങുന്ന സൈഡിൽ എന്താ പറയുക, ഹാങ്സ്, അത് മാറ്റുന്നില്ല.
ഞാൻ അവിടെയല്ല ഇവിടെയാ നോക്കുന്നത്. ഫോണിൽ നോക്കണ്ടേ? ഓക്കെ. വീഡിയോസ് കൂടി എടുക്കുന്നുണ്ടേ. അയ്യോ ഇങ്ങനെ കാണിക്കല്ലേ. സോറി. ബോറുണ്ടോ? കുറച്ച് വലിയ സ്റ്റഡാണ്. സ്റ്റഡ് മാത്രം സ്റ്റഡ് ഇടല്ല, ഫുൾ ഹാങ്ങിങ് സ്റ്റഡ്. പൊതുവേ അങ്ങനെയാ ഹാങ്ങിങ് സ്റ്റഡ്. പക്ഷെ മയിലാണെന്നൊന്നും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്ത സാധനത്തിന് എനിക്ക് വേണ്ട. ഒരു ഫ്ലവറില്ല മയില. ഫ്ലവറും അല്ല. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ടി വരും നമുക്ക്. ആ വാക്ക് എന്താന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കമന്റ് ഇട്ടോളൂ ആ വാക്ക് എന്താന്ന്. എന്നെ എമ്മാതിരി നെഗറ്റീവാ വരലെന്നറിയോ? ആ കാണലുണ്ടല്ലോ, പിന്നെന്താ. എന്നാ വേറെ നോക്കാം നമുക്ക്. എൻ്റെ കമ്മൽ വരുന്നത് ഇതാട്ടോ. ഇതിന് ഇതൊന്ന് ജസ്റ്റ് ഞാൻ വെച്ച് നോക്കട്ടെ. ചേരുന്നില്ല ഗൈസ്. ചേരാത്തത് ചേർത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. എന്താ ഊരി തന്നേടാ. ഒന്ന് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ. ചെറിയ വെയിറ്റ് 1 ഗ്രാമും ഇല്ല. 1 ഗ്രാമും ഇല്ല. മറ്റേത് 1 ഗ്രാമിൻ്റെ പുറത്ത്. ആ ഒന്ന് ഇത് 9,980. ഇത് 1 ഗ്രാം ഉള്ളത് എടുക്കും. വ്യത്യാസമില്ല. ഭയങ്കര ഇത് താങ്ങൂലേ എന്തായാലും. ബേക്ക് എനിക്ക് കുറവ് മതി, കാരണം കമ്മൽ കാത് കുറച്ച് ഇതാണ്. താങ്ങ നോക്കിയിട്ട് നിലത്തേക്കല്ലേ ഇത് ഭംഗിയുണ്ടടാ. ഇങ്ങനെയാണോ ഭംഗിയുണ്ട് ഇടുമ്പോ നോക്കി. അല്ലെങ്കിൽ അതിന് കുറച്ചൊരു വെയിറ്റ് പോകുമ്പോൾ കമൻ്റൊക്കെ വരില്ല. എന്നും ജ്വല്ലറിയിലാണ് വെച്ചത്. പൈസ ഉള്ളവർക്ക് പിന്നെ എന്തു ആവാമല്ലോ. അതൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇല്ല. ആ ഹോൾസ് കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണും. എന്നാൽ അതിലേക്കും വലുത് വേണ്ടി വരും. അതെന്താ പറയുക, വെയിറ്റ് ഇല്ലാണ്ടാണോ തൂങ്ങി നിൽക്കുന്നതല്ലേ? ആ അപ്പോൾ വെയിറ്റ് ഉള്ളത് തന്നെ എടുക്കുന്ന. ഇതും പറ്റില്ല ഗൈസ്. ഇതോ ഇതൊരു ഗ്യാപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് ഗൈസ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത് ഇതാണ്. അങ്ങനെ സാധനം മേടിച്ചു, കാതിലിട്ടു. നേരെ വീട്ടിലോട്ടല്ല കേട്ടോ, മോൻ്റെ സ്കൂളിലൊന്ന് പോകണം. വീട്ടിലെത്തിയിട്ട് കാർ എടുത്തിട്ട് വേണം മോൻ്റെ സ്കൂളിലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിനാന്നൊക്കെ ഉള്ളത് പറയാവേ. കണ്ടല്ലേ, ഇതിന് മെച്ചായിട്ടുള്ള സാധനം തന്നെ കിട്ടുകയും ചെയ്ത്. താഴെ സ്ക്വയറല്ല എന്നാലും അതേപോലെ ഒരു സംഭവം കിട്ടി.
ചെറിയൊരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടാവുന്ന വാങ്ങിക്കാളുടെ. അങ്ങനെ മേടിച്ചു തിരിച്ചു പോവാണ്. അങ്ങനെ മലബാർ ഗോൾഡിനോട് യാത്ര പറഞ്ഞ് ഇനി ഒരു ഓട്ടോ കിട്ടണം. ഓട്ടോ കിട്ടുന്നിടത്തേക്ക് മെല്ലെ പോട്ടെ, സ്റ്റാൻഡ് പിടിക്കണം. മലബാർ അങ്ങനെ മലബാറിലൊക്കെ പോയി തിരിച്ചു വന്നു. സാധനമൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നേരെ DTDCയിലേക്കാണ്. ഫോട്ടോ ഉണ്ട് കൊറിയർ ചെയ്യാൻ. ഇന്നലെ ഉണ്ടായിരുന്നു കൊറിയർ ചെയ്യാൻ, ഇന്നുണ്ട് കൊറിയർ ചെയ്യാൻ. അപ്പോൾ DTDC പോവാണ് കൊറിയർ ചെയ്യാൻ. ഇന്നലെ മകൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ഇന്നും അവനെ ഇട്ട് സ്വീപ്പാക്കാൻ. ഇന്നലെ തന്നെ 2 എണ്ണം ഉള്ളതുകൊണ്ട് അവന് ഓട്ടോ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് കരുതി. കൂടെ അവനുണ്ട് കേട്ടോ. DTDCന്ന് ഒരു 10 അടി അങ്ങോട്ട് നടക്കാനുണ്ട്. നടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, എന്താന്നറിയില്ല, വല്ലാത്തൊരു മടി. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാണ്, എൻ്റെ വീഡിയോ പലരിലേക്കും എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താത്തത് കൊണ്ടാണ്. ഒരു ബെല്ലിൻ്റെ ഒരു 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 എന്താ പറയുക, സിഗ്നൽ എന്താ പറയുക, എംബ്ലോ കാണും. ആ എംബ്ലോ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ചാനലിൽ ചാനലിലല്ല നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് നിൽക്കും. നിങ്ങൾക്കത് പെട്ടെന്ന് കാണുകയും ചെയ്യുക. എന്നത്തോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ എന്താക്കുക, ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക. ബാക്കി ഇത്രേ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുള്ളൂ. ബസ്സിൽ നിന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ബസ്സിനാണ് പോകുന്നത് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മലബാറിലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഇനി DTDC പോവുകയാണ്. ഫോട്ടോ കാണിച്ചു കൊടുത്തേ അവന് ബാക്കോട്ട്. ആ 2 ഫോട്ടോ ആണ് കൊറിയർ ചെയ്യാനുള്ളത്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. മറ്റേ ഫോട്ടോ വരയ്ക്കുന്നുണ്ട്, അവള് കൊറിയർ ചെയ്യുന്നില്ല എന്ന് മാത്രം, അത് മാത്രം പറയുന്ന ചില ലെവലുമാരൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നത്. ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ DTDCയിലെത്തിയിട്ട് ഫോട്ടോ കൊറിയർ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കൊറിയർ ചെയ്യാൻ കൊടുക്കുന്നതേ ഉള്ളൂ. പാക്കിംഗ് ഒക്കെ അവരാണ്. പാക്കിങ്ങും അഡ്രസ് എഴുത്തും ഒക്കെ ഞാൻ അത് ജസ്റ്റ് അവിടെ കൊടുക്കും. അത് പാക്ക് ചെയ്യാനുള്ള പാക്കിങ് സാധനങ്ങളും എല്ലാം അവിടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ അവരാട്ടോ. അതുകൊണ്ട് ബാക്കിയൊക്കെ അവരങ്ങ് ചെയ്തോളും. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ദേ കണ്ണനതാ യാത്ര പോകുന്ന DTDCയിലേക്കാട്ടോ. DTDC ഓടുന്ന ചേട്ടനെ കണ്ടില്ലേ. അപ്പോൾ കണ്ണനെ കൊറിയർ ചെയ്യുന്ന സഹിതം ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇനി കണ്ണനെ വരയ്ക്കുന്ന മാത്രമേ ഉള്ളൂ, കൊറിയർ ചെയ്യുന്നില്ല എന്നാരും പറയണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൊറിയർ ചെയ്യുന്നതും കൂടി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരദൂഷണം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഓക്കെ.